പ്രിയശലഭം പാർട്ട് 35. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണോ ദേഷ്യമാണോ എന്താ തോന്നുന്നതെന്ന് മനസ്സിലാവുന്നില്ല നീലി. മുറിയിൽ ഒരുങ്ങി നിൽക്കുന്ന ഭാമ നീലിയെ പിടിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇതെങ്ങനെയെങ്കിലും ഒന്ന് മുടക്കി താ നീലി. നീലി നിസ്സഹായ അവസ്ഥയോടെ അവളെ നോക്കി. ഭാമ കൈയും തിരുമ്മി പേടിയോടെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടന്നു. ആ ഭാമ മോളെ, അവരെത്തി. എല്ലാവർക്കും കണ്ടിഷ്ടമായി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഇവരുടെ വീട്ടുകാർ എല്ലാവരും തന്നെ ഭാമയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മായിമാർ വന്ന് അവളെ സന്തോഷത്തോടെ വിളിച്ചതും അവൾ നീലിയെ ഒന്ന് സങ്കടത്തോടെ നോക്കി അവരുടെ കൂടെ പോയി. ഭാമ ഒന്ന് മടിച്ചു തന്നെ വന്ന പയ്യനും വീട്ടുകാർക്കും വെള്ളം കൊണ്ടുപോയി. അവൾ മടിച്ച് അവരുടെ മുമ്പിലേക്ക് വെള്ളം കൊണ്ട് വന്നതും അവളെ കണ്ട് വീട്ടുകാരെല്ലാം പരസ്പരം നോക്കി. ഇതാണോ നിന്റെ മോള്? പയ്യന്റെ അച്ഛനത് ചോദിച്ചതും ആ അതെ. അപ്പോ ഞങ്ങൾക്ക് കുട്ടി മാറിപ്പോയതാണോ? അത് കേട്ടതും വെള്ളം കൊണ്ട് തല താഴ്ത്തി വന്ന ഭാമയുടെ ഉള്ളിലെ ഭയമെല്ലാം എങ്ങോ പോയി. അവൾ ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി. നിങ്ങളെന്തീ പറയുന്നേ? ഞാൻ ഈ കുട്ടിയെ അല്ല കണ്ടത്. നിന്റെ കുടുംബത്തിൽ തന്നെ ഉള്ളൊരു കുട്ടിയാണ്. ഞാനത് നിന്റെ മോളാണെന്നാ വിചാരിച്ചേ. അവരുടെ സംസാരം കേട്ട് എല്ലാവരും അങ്ങോട്ട് വന്നു. ഭാമക്ക് ഒരുപാട് സന്തോഷമായെങ്കിലും അവൾ സങ്കടമുള്ള പോലെ നിന്നു. നിങ്ങൾ ഇതെന്താ ഈ പറയുന്നേ? ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനൊരു പെണ്ണ് കാണൽ ചടങ്ങ് വരെ എത്തിച്ചത്? ഭാമയുടെ അച്ഛൻ ഗൗരവത്തിൽ ചോദിച്ചു. ഞങ്ങൾ വേറൊരു കുട്ടിയാണ് കണ്ടത്. ആ കുട്ടിയെ നിന്റെ മോളാണെന്നാ വിചാരിച്ചേ. നിന്റെ കൂടെ തന്നെയാണ് ആ കുട്ടി ഉണ്ടായിരുന്നത്. പയ്യന്റെ അച്ഛൻ അത് പറഞ്ഞതും അത് കേട്ട് എല്ലാവരും ആരാ എന്ന പോലെ നോക്കി. ഇതാ ആ കുട്ടിയാണ്. പെട്ടെന്ന് പയ്യൻ ചൂണ്ടി കാണിച്ചത് കണ്ട് നോക്കുമ്പോ നീലി ആയിരുന്നു അവിടെ നിൽക്കുന്നത്. നീലി അത് കണ്ട് ഞെട്ടി ചുറ്റും തിരിഞ്ഞു നോക്കി. നീലിയോ? ഭാമ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അല്ല, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുട്ടി. അത് കേട്ടതും നീലിയുടെ അടുത്ത് എത്തിപ്പാളി നോക്കുന്ന പ്രിയ ഞെട്ടിപ്പോയി. പ്രിയ എന്നല്ല എല്ലാവരും. പ്രിയമോളെ ആയിരുന്നോ? അതെന്റെ പെങ്ങളുടെ മോളാണ്. ഭാമയുടെ അച്ഛൻ വീണ്ടും ഗൗരവത്തിലാണ് പറഞ്ഞത്. അവിടെ പിറുപിറുക്കൽ ഉയർന്നു കേട്ടു. ഭാമ സന്തോഷത്തോടെ വെള്ളം അവരുടെ മുമ്പിൽ വെച്ച് നീലിയുടെ അടുത്തേക്ക് വന്നു നിന്നു. ഞാൻ രക്ഷപ്പെട്ടു. എന്റെ പ്രാർത്ഥന ദേവി കേട്ടു. ഭാമ സന്തോഷത്തോടെ നീലിയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്നു. നീലിയും അവളുടെ സന്തോഷം കണ്ട് സന്തോഷത്തോടെ നിന്നു. നിനക്ക് സങ്കടമായോ? സ്നേഹ സങ്കടത്തോടെ ചോദിച്ചു. എന്തിന്? സന്തോഷമായി. നിങ്ങൾ വിരുന്ന് പോയത് കൊണ്ടാണ് ഞാൻ 2 ദിവസം ഇവിടെ കരഞ്ഞ് ബഹളമുണ്ടാക്കിയിട്ടും ഇവർ പെണ്ണ് കാണട്ടെ എന്ന് പറഞ്ഞത്. സ്നേഹ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കൂട്ടായിരുന്നു ഇതൊക്കെ എതിർത്ത് സംസാരിക്കാൻ. ഭാമയുടെ സംസാരം കേട്ടതും ഓ സോറി ഡി, അച്ഛന് പെട്ടെന്ന് സുഖമില്ലെന്ന് കേട്ടപ്പോൾ പിന്നെ ഇപ്പൊ സുഖമായി. അതാ ഞാൻ നേരെ ഇങ്ങോ വന്നത്. അവർ 3 പേരും പതിയെ പറഞ്ഞു. സോറിടാ, ഞാനത് നിന്റെ മോളായിരിക്കുമെന്നാ വിചാരിച്ചത്. പയ്യന്റെ അച്ഛൻ വീണ്ടും പറഞ്ഞു. ഇനി പറഞ്ഞിട്ടെന്താ, പോട്ടെ, സാരമില്ല. പ്രിയയുടെ അച്ഛൻ ഇവിടെ ഇല്ല, വിദേശത്താണ്. മോളുടെ അമ്മയും അഭിപ്രായം ഒന്ന്. അതും പറഞ്ഞ് അദ്ദേഹം സംസാരം നിർത്തി ഭാമയെ ഒന്ന് നോക്കി. ചിരിയോടെ നീലിയോട് എന്തോ പറയുന്ന ഭാമയെ കണ്ടതും അയാളും ഒരു ആശ്വാസത്തോടെ നിന്നു. എന്റെ മോളെയാണോ ഇഷ്ടമായത്? അവളുടെ അച്ഛനോട് ഒന്ന് സംസാരിക്കണം. അമ്മായി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. ധൃതിയില്ല, നിങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് അഭിപ്രായം പിന്നെ അറിയിച്ചാൽ മതി. നിനക്കും മോൾക്കും സങ്കടമായോ? ഒന്നും അറിഞ്ഞുകൊണ്ടല്ല. പയ്യന്റെ അച്ഛൻ വിഷമത്തോടെ പറഞ്ഞതു. അതൊന്നും സാരമില്ല. എൻ്റെ മോൾ അല്ലെങ്കിലും ഇപ്പോൾ എനിക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നല്ല ബഹളമായിരുന്നു ഇവിടെ. പക്ഷേ നീ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തള്ളിക്കളയാനും കഴിയുന്നില്ല. അവളുടെ ബഹളം കണ്ട് എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു 2 ദിവസം. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. എന്തായാലും എൻ്റെ പെങ്ങളെ മോളെയല്ലേ, എനിക്ക് സന്തോഷം. ഭാമയുടെ അച്ഛൻ എണീറ്റ് അദ്ദേഹത്തിന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. പയ്യന്റെ അച്ഛനും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഈ കല്യാണം നടക്കില്ല അങ്കിൾ. അപ്പോഴാണ് അങ്ങോട്ട് സഞ്ജു ഇതും പറഞ്ഞ് കയറി വരുന്നത്. കൂടെ തന്നെ കുട്ടനുമുണ്ട്. സഞ്ജുവിന്റെ സംസാരം കേട്ട് എല്ലാവരും ഞെട്ടി അവനെ നോക്കി. ഇവനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? സഞ്ജുവിനെ കണ്ടതും ഭാമ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. സഞ്ജുവിനെ കണ്ട ശ്രീകാന്ത് ഡാ വാ ഞാൻ പറയട്ടെ. ശ്രീകാന്ത് അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞതു. ഇല്ല ശ്രീ,
ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ അവസരം കിട്ടിയെന്ന് വരില്ല. പറഞ്ഞേ പറ്റൂ. സഞ്ജു അത് പറഞ്ഞതും എന്താ സഞ്ജു? ഹരി സംശയത്തോടെ ചോദിച്ചു. ഈ കല്യാണം നടക്കില്ല, അതിനെനിക്ക് സമ്മതമല്ല. അത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി. നീ ഇതെന്താ പറയുന്നേ മോനെ? ഇവർക്ക് സമ്മതക്കുറവില്ലല്ലോ, പിന്നെ നിനക്കെന്ത് പറ്റി? അമ്മായി ആയിരുന്നു അത് ചോദിച്ചത്. അമ്മേ പ്ലീസ്, ഞാൻ പറയട്ടെ, ഈ നിൽക്കുന്ന ഭാമക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ? ആണെന്ന് അവൾ പറഞ്ഞോ? അവൻ വീണ്ടും ഗൗരവത്തിൽ പറഞ്ഞതും ശ്രീകാന്ത് എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായതും ഒന്നും മിണ്ടാതെ മാറി നിന്നു. ഭാമക്കോ ഇഷ്ടക്കുറവോ? മോനെ, ഇതല്ല. ഭാമയുടെ അച്ഛൻ പറയാൻ നിന്നതും അദ്ദേഹത്തെ പറഞ്ഞു മുഴുവിക്കാൻ സമ്മതിക്കാതെ, അങ്കിൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ അവസരം ഇല്ലാഞ്ഞിട്ടാണ്. എനിക്ക് ഭാമയെ ഒരുപാട് ഇഷ്ടമാണ്. കുഞ്ഞുനാൾ തൊട്ടേ ഒരുപാട് ഇഷ്ടമാണ്. അവൾക്കും എന്നിഷ്ടമാണ്. ഞങ്ങൾ പരസ്പരം ഇഷ്ടമുള്ളതൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. സമയമാകുമ്പോൾ എല്ലാവരോടും പറഞ്ഞ് ഒരു കല്യാണം അത്രേ വിചാരിച്ചുള്ളൂ. അതും പറഞ്ഞ് സഞ്ജു തല താഴ്ത്തിയതും ഭാവൻ ഞെട്ടിത്തരിച്ച് നിൽപ്പുണ്ട്. നീലിക്കത് കണ്ട് ചിരി വന്നിരുന്നു. വീട്ടുകാരുടെ അവസ്ഥയും അതായിരുന്നു. എല്ലാവരും ഞെട്ടലിലായിരുന്നു. മുത്തശ്ശന്മാർ പരസ്പരം നോക്കി. ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൻ എല്ലാവരെയും മുഖത്തേക്ക് നോക്കുമ്പോൾ ഹരി പൊട്ടി ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. മോനെ, ഇപ്പൊ ഇവിടെ പെണ്ണ് കാണൽ നടന്നത് എൻ്റെ അനിയത്തിയുടെ അല്ല, നമ്മുടെ പ്രിയയുടേതാണ്. എന്തായാലും നിന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായി. ഹരി അത് പറഞ്ഞതും അത് കേട്ട് സഞ്ജു ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ വന്നവരുടെ മുഖത്തും മുത്തശ്ശന്മാരുടെ മുഖത്തും ഒരാക്കി ചിരി തെളിഞ്ഞു നിന്നു. അത് ഞാൻ... ഭാമയുടെ അച്ഛൻ ഗൗരവത്തിൽ അവനെ നോക്കി. അവൻ്റെ അടുത്തേക്ക് വന്നതും അവൻ എന്ത് പറയുമെന്നില്ലാതെ അദ്ദേഹത്തെ നോക്കി. പെട്ടെന്ന് അദ്ദേഹം അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിയോടെ, നീ ഇനി വിയർക്കാനൊന്നും നിൽക്കണ്ട മോനെ. നീയും എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെയല്ലേ. അങ്ങനെ ഒരു ഇഷ്ടം രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ എനിക്കതിൽ എതിർപ്പില്ല. എന്തു പറയുന്നു ബാക്കിയുള്ളവർ? ഭാമയുടെ അച്ഛൻ അത് പറഞ്ഞതും, മക്കൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നടത്താം, രണ്ടും നമ്മുടെ കുട്ടികൾ തന്നെയല്ലേ. മുത്തശ്ശനും അത് പറഞ്ഞതും ഇപ്പോ വന്ന ഞങ്ങൾക്കും സന്തോഷമായി. പയ്യന്റെ അച്ഛൻ അത് പറഞ്ഞ് സന്തോഷത്തോടെ എണീറ്റു. പക്ഷേ സഞ്ജുവിന്റെ അമ്മക്ക് അത് അത്രക്ക് അങ്ങ് ഇഷ്ടമായില്ല. അവർ ദേഷ്യത്തിൽ അകത്തേക്ക് പോയി. ബാക്കിയുള്ളവർ ആരും എതിർപ്പൊന്നും പറഞ്ഞില്ല. എല്ലാവരും സന്തോഷത്തോടെ നിന്നു. സഞ്ജു ഒരു ഞെട്ടലോടെയും സന്തോഷത്തോടെയും ഭാമയെ നോക്കുമ്പോൾ അവൾ ഇപ്പോഴും ഞെട്ടി നിൽപ്പാണ്. ഇത്ര പെട്ടെന്ന് ഇതിപ്പോ എന്താ സംഭവിച്ചേ? ഇപ്പോഴും പറന്നു പോയ കിളികളെ തിരിച്ചു വിളിക്കാതെ സ്വപ്നലോകത്താണ് ഭാമ. എൻ്റെ പൊന്ന് ഭാമേ, എല്ലാവരും പോയി ആ ഡ്രസ്സൊന്ന് മാറ്റി ഫ്രഷ് ആവാൻ നോക്ക് നീ. സ്നേഹ അത് പറഞ്ഞതും സ്നേഹ ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. ഇപ്പോഴും ആ കേട്ട വാക്കിൻ്റെ കുളിര് എൻ്റെ ഉള്ളിൽ നിന്നും പോയിട്ടില്ല. കിടക്കയിൽ നിവർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു. നീലി ഇതെല്ലാം നോക്കി ഒരു ചിരിയോടെ അവിടെ ഇരിപ്പുണ്ട്. നീലി, നാളെ മുതൽ നീ കോളേജിലേക്ക് വരില്ലേ? എനിക്ക് വയ്യ തനിച്ചിങ്ങനെ കോളേജിൽ പോവാൻ. പെട്ടെന്ന് എണീറ്റുകൊണ്ട് ഭാമ നീലിയോടായി ചോദിച്ചു. ഇല്ല, ശ്രീയേട്ടന് 2 ദിവസമായിട്ട് തീരെ വയ്യ. രാവിലെ എണീക്കുമ്പോൾ നല്ല ചുമയും രക്തം ഛർദ്ദിക്കുകയും ചെയ്യുക. എനിക്ക് വല്ലാത്തൊരാദിപ്പോൾ. നാളെ നീ ഹോസ്പിറ്റലിൽ പോകണം. ഒരു സങ്കടത്തോടെ തന്നെ നീലി ആംഗ്യം കാണിച്ചു നിർത്തി. അത് കണ്ടതും ഭാമ അവളുടെ അടുത്ത് വന്നു. നീ സങ്കടപ്പെടേണ്ട നീലി, അതെല്ലാം ശരിയാവും. നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി വാ. ഭാമ അവളെ സമാധാനപ്പെടുത്തി. നീലി, നീ സങ്കടപ്പെടേണ്ട, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹ അവളെ ചേർത്ത് പിടിച്ചു. പക്ഷേ അങ്ങോട്ട് ഭാമയെ വിളിക്കാൻ വേണ്ടി വന്ന ചെറിയമ്മ ഇത് കേട്ടിരുന്നു. ശ്രീകാന്തിന് എന്താ പ്രശ്നം? രക്തം ഛർദ്ദിക്കുന്നത് എന്നെല്ലാം എന്താ? ചെറിയമ്മ അതും ആലോചിച്ച് ഒന്ന് ചുമച്ചുകൊണ്ട് അങ്ങോട്ട് വന്നതും നീലി പെട്ടെന്ന് കണ്ണെല്ലാം തുടച്ചു. ഭാമേ, നിന്റെ അമ്മ വിളിക്കുന്നുണ്ട് നിന്നെ. അതും പറഞ്ഞ് അവർ പോയി. രാവിലെ എല്ലാവരും ചായ കുടിക്കുമ്പോഴാണ് ശ്രീകാന്തിന് വേണ്ടി നീലി മാങ്ങാ ജ്യൂസ് നൽകുന്നത്. നീ എന്താ മോനെ ചായ കുടിക്കാതെ രാവിലെ തന്നെ ജ്യൂസ് കുടിക്കുന്നേ? മുത്തശ്ശനായിരുന്നു അത് ചോദിച്ചത്. എനിക്ക് വേറൊന്നും വേണ്ട. നീലി ഇടയ്ക്കിടയ്ക്ക് സങ്കടത്തോടെ ശ്രീകാന്ത് കഴിക്കുന്നില്ലേ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. ചെറിയമ്മയാണെങ്കിൽ അവരെ 2 പേരെയും നോക്കുന്നുമുണ്ട്. ഇവന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ആ മൂക്കിന്റെ അടിയിൽ രക്തവും നിൽക്കുന്നുണ്ട്. ഇനി ശരിക്കും ഇവന് വല്ല രോഗവും കാണുമോ? ചെറിയമ്മ അവനെ നോക്കിക്കൊണ്ട് തന്നെ ആലോചിച്ചു. ഞങ്ങൾ ഒന്ന് പുറത്തു പോകുകയാണ്. ജ്യൂസ് കുടിച്ച ഉടനെ അതും പറഞ്ഞ് ശ്രീകാന്ത് മുറിയിലേക്ക് പോയി.
മക്കൾ പോയി വരും മോളെ. അവന്റെ അമ്മ നീലിയോടായി പുഞ്ചിരിയോടെ പറഞ്ഞു. നീലിയും ചായ കുടിച്ചു കഴിഞ്ഞതും അവന്റെ കൂടെ യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറി. അപ്പു, ഈ ഇടയായിട്ട് എന്തോ ഒരു പ്രശ്നമില്ലേ? അമ്മു സംശയത്തോടെ ചോദിച്ചു. എന്ത് പ്രശ്നം? ശ്രീയേട്ടന് എന്തോ പ്രശ്നമുണ്ട്. ഇപ്പൊ ഫുൾ ടൈം മുറിയിൽ കിടക്കുന്ന പോലെ. നീലി ചേച്ചിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മുറിയിൽ ഓടിപ്പോയി നോക്കുന്നത് കാണാം. ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കൊണ്ട് മുറിയിലേക്കും പോകും. അമ്മു ഒരു സംശയത്തോടെ പറഞ്ഞു. ചേട്ടന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാതിരിക്കോ? ചേട്ടന് പറഞ്ഞില്ലെങ്കിൽ നീലി ചേച്ചി പറയില്ലേ? പിന്നെ ചേട്ടൻ അല്ലെങ്കിലും ആദ്യമേ നമ്മളോട് മിണ്ടാറില്ലല്ലോ. ഫുൾ ടൈം ആ റൂമിൽ തന്നെയല്ലേ? അപ്പോ അങ്ങനെ ആയിരുന്നു അതിന് മറുപടി കൊടുത്തത്. അതൊക്കെ ശരിയാ, എന്നാലും എൻ്റെ പൊന്നമ്മു, നീ ഇനി പുതുതായി ഒന്നും ഉണ്ടാക്കല്ലേ. അവർ സന്തോഷത്തോടെ ഇരുന്നാ മതി. അതും പറഞ്ഞ അപ്പു അകത്തേക്ക് പോയി. കൂടെ തന്നെ അമ്മു. എന്നാൽ ഇതെല്ലാം കാതോർത്ത് അവിടെ ചെറിയമ്മ നിൽപ്പുണ്ട്. അപ്പോ ശരിക്കും എന്തോ പ്രശ്നമുണ്ടല്ലോ. എനിക്ക് തോന്നിയത് മാത്രമല്ല, അത് കണ്ടു പിടിച്ചിട്ടേ ഇനി കാര്യമുള്ളൂ. ചെറിയമ്മ അതാലോചിച്ചു നിന്നു. നീലി നിറമിയോടെ ശ്രീകാന്തിന്റെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നീ ഇങ്ങനെ കരയാതെ നീലി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കരയരുത് എന്ന്? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ നിറമിയോടെ അവനെ നോക്കി. ഡോക്ടർ പറഞ്ഞത് എന്താ ശ്രീയേട്ടാ കേൾക്കാത്തത്? എനിക്ക് ഭയമാവുന്നുണ്ട്. നമുക്ക് സർജറി നടത്താം ശ്രീയേട്ടാ. നീലി അവന്റെ കയ്യിൽ പിടിച്ച് കെഞ്ചിക്കൊണ്ട് ആംഗ്യം കാണിച്ചു. നീലി, എനിക്ക് കുറച്ചു കാലമെങ്കിലും നിന്റെ കൂടെ ജീവിക്കണം. ആ സർജറി ചെയ്താൽ രക്ഷപ്പെടുമെന്ന് യാതൊരു ഉറപ്പും പറയുന്നില്ല. അതുവരെയെങ്കിലും ജീവിക്കണം. അവനും കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടുപേരും ഡോക്ടറെ കണ്ടുവന്ന് വണ്ടി സൈഡാക്കിക്കൊണ്ട് പുറത്തിറങ്ങിക്കൊണ്ട് പറഞ്ഞു. രണ്ടുപേരും സങ്കടത്തിലാണ്. പെട്ടെന്നാണ് ശ്രീകാന്ത് ചുമക്കുന്നത്. നീലി പേടിയോടെ അവനെ താങ്ങി പിടിച്ചു. അവൻ ക്ഷീണിതനായി തുടങ്ങിയിരുന്നു. നീലി അവനെ താങ്ങി പിടിച്ച് വണ്ടിയിലേക്ക് ഇരുത്തി അവന്റെ നെഞ്ചിൽ സങ്കടത്തോടെ തടവി നൽകി. നീലി, നിന്നെ വിട്ടു പോകാൻ കയ്യോ പെണ്ണെ? അവൾ അവന് തടവി നൽകുമ്പോഴും പതിഞ്ഞ ശബ്ദത്തിൽ അവനത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ പെട്ടെന്ന് അവളുടെ ബാഗിൽ നിന്നും മരുന്നെടുത്തു. കുപ്പിയിൽ നോക്കുമ്പോൾ അതിൽ വെള്ളമില്ലായിരുന്നു. അവൾ ചുറ്റും നോക്കി. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കട കണ്ടതും അവൾ പെട്ടെന്ന് അവിടെ നിന്നും പോകാൻ നിന്നതും ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചു. എങ്ങോട്ട് പോകല്ലേ നീലി, ഞാനിപ്പോൾ ഓക്കെ ആയി. ഞാൻ വെള്ളം വാങ്ങി പെട്ടെന്ന് വരാം. അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും റോഡ് മുറിച്ച് കടന്ന് ഓപ്പോസിറ്റ് കടയിലേക്ക് പോയി. അവൾ അവിടെ പോയി കൈകൊണ്ട് വെള്ളമെന്ന് ആംഗ്യം കാണിച്ചതും ആ കടക്കാരന് മനസ്സിലായില്ല. അവൾ അവിടെയുള്ള ഒരു കുപ്പി ചൂണ്ടി കാണിച്ചു. വെള്ളമാണോ മോളെ? ഇപ്പോൾ എടുത്തു തരാം. അതും പറഞ്ഞ് അയാൾ അത് എടുക്കാൻ തിരിയുമ്പോൾ നീലിക്ക് ഒരു സമാധാനവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് അവൾ കാറിലേക്ക് നോക്കുന്നുണ്ട്. വെറുതെ കാറിലേക്ക് നോക്കി തിരിയാൻ നിൽക്കുമ്പോഴാണ് കാറിന് നേരെ പാഞ്ഞു വരുന്ന ഒരു ലോറി നീലി കാണുന്നത്. അവൾ പേടിച്ച് വിറച്ച് ശബ്ദമുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ വണ്ടി അവരുടെ വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ചിരുന്നു. നീലി ഞെട്ടിധരിച്ച് ഒരു നിമിഷം സ്റ്റെക്കായി നിന്ന് പോയി. പെട്ടെന്ന് അവസ്ഥ മനസ്സിലാക്കിയ നീലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉറക്കെ അവനെ വിളിക്കാൻ നോക്കുന്നുണ്ട്. ഭയന്ന് വിറച്ചുകൊണ്ട് നീലിയാകെ വിയർത്ത് അവളുടെ തൊണ്ട നല്ല വേദന എടുത്തുകൊണ്ട് ശ്രീയേട്ടാ എന്ന വാക്ക് അവൾ ഉച്ചരിച്ചുകൊണ്ട് അവിടെ തളർന്നു വീണു. തുടരും. പ്രതിലിപിയിൽ കഥ എഴുതിക്കൊണ്ടിരിക്കെ ഒരുപാട് പേര് നീലിക്ക് ശബ്ദം നൽകാൻ വേണ്ടി കമന്റ് ഇട്ടിരുന്നു. അതിനെ തുടർന്ന് നീലിക്ക് ഞാൻ ശബ്ദം നൽകിയിരുന്നു. അപ്പോൾ ഇതൊരു കഥയാണ്. ശബ്ദം എങ്ങനെ വേണ്ടെങ്കിലും എനിക്ക് കൊണ്ടുവരാം. അവന്റെ രോഗമാണേലും ശരി. ശ്രീ മരണപ്പെടുമ്പോൾ നീലിക്ക് ശബ്ദം കിട്ടുന്നു. എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ?